ചെങ്ങന്നൂർ നഗരസഭയിൽ അഴിമതിയും ക്രമക്കേടുകളും നടത്തിയ ഉദ്യോഗസ്ഥരും ഭരണാധികാരികൾക്കും എതിരെ വിജിലൻസ് കേസെടുത്തു. പൊതുപ്രവർത്തകനായ രമേശ് ബാബു സർക്കാരിൽ സമർപ്പിച്ച പരാതിയെ തുടർന്നാണ് ആലപ്പുഴ വിജിലൻസ് യൂണിറ്റ് കേസ് രജിസ്റ്റർ ചെയ്തത്. ചെങ്ങന്നൂർ നഗരസഭയിൽ ദീർഘകാലം കൗൺസിലറും പലതവണ നഗരസഭാ ചെയർമാനുമായിരുന്ന ആൾക്കും മകനുമെതിരെയാണ് കേസ് എടുത്തിരിക്കുന്നത്. കേസ് രജിസ്റ്റർ ചെയ്തതിനെ തുടർന്ന് ആലപ്പുഴ വിജിലൻസ് യൂണിറ്റ് ഡിവൈഎസ്പി പരാതിക്കാരനിൽ നിന്നും വിശദമായ മൊഴിയെടുത്തു. 2008 മുതൽ 2019 വരെ ചെങ്ങന്നൂർ നഗരസഭയുടെ ചെയർമാനായിരുന്നയാൾ നഗരസഭയുടെ ഉടമസ്ഥതയിലുള്ള ചെങ്ങന്നൂർ ശാസ്താംപുരം ഷോപ്പിംഗ് കോംപ്ലക്സിലെ 6 കടമുറികളുടെ ലൈസൻസ് തന്റെ ഔദ്യോഗിക പദവി ദുരുപയോഗം ചെയ്ത് തന്റെ മകന്റെ പേരിലേക്ക് മാറ്റം ചെയ്തു നൽകിയെന്നാണ് പരാതി. മകന് അന്യായ നേട്ടമുണ്ടാക്കി നൽകണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി കടമുറികളുടെ ലൈസൻസ് മറ്റൊരാളുടെ പേരിലേക്ക് മാറ്റം ചെയ്തു നൽകുന്നതിലേക്ക് കൗൺസിൽ തീരുമാനമെടുത്തെന്നും അന്നുണ്ടായിരുന്ന കമ്മിറ്റിയിൽ അദ്ദേഹം അധ്യക്ഷനായിരുന്നുവെന്നും എഫ്ഐആറിൽ പറയുന്നു. ഈ കടമുറികൾ നഗരസഭയുടെ അനുമതിയില്ലാതെ അനധികൃതമായി പരിഷ്കരണം വരുത്തുകയും മുറികൾ കോൺക്രീറ്റ് ഭിത്തികൾ കെട്ടിത്തിരിക്കുകയും ചെയ്തു. ഇതുമൂലം നഗരസഭയ്ക്ക് സാമ്പത്തിക നഷ്ടം ഉണ്ടായതായും ആരോപണമുണ്ട്. നമുക്ക് ശാസ്താംപുരം മാർക്കറ്റിൽ നിന്നും നമ്മുടെ റോഡിലേക്ക് ഇറങ്ങി വരുന്നതിന് വേണ്ടി ഈ കെട്ടിടത്തിൻ്റെ നടുക്കുവശത്തുകൂടി ഒരു കവാടമുണ്ടായിരുന്നു. അത് കെട്ടിയടച്ച് റൂമാക്കി അതും പുള്ളി കൈവശപ്പെടുത്തി. ഈ കോംപ്ലക്സിൻ്റെ ഫ്രണ്ട് വശത്തെ തിണ്ണ മുഴുവൻ കെട്ടിയടച്ച് മുറികളാക്കി മാറ്റി. ഇതിനൊന്നും ചെങ്ങന്നൂർ നഗരസഭയ്ക്ക് ചോദ്യമോ പറച്ചിലോ അല്ലെങ്കിൽ നടപടിയോ ഇല്ല. കൂടാതെ 6-ാം നമ്പർ കടമുറി അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേരിലുള്ളതായിരുന്നു. 16-ാം നമ്പർ കടമുറി തെറ്റിയ 16-ാം നമ്പർ കടമുറി അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേരിലുള്ളതായിരുന്നു. ഈ 16-ാം നമ്പർ കടമുറി അദ്ദേഹത്തിൻ്റെ ഭാര്യ മരിച്ചിട്ട് ഏതാണ്ട് 1 വർഷം കഴിഞ്ഞു. ഇപ്പോഴും GST ഉൾപ്പെടെ അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേരിലാണ്. ഈ കഴിഞ്ഞ ഏതാണ്ട് മാസങ്ങൾക്ക് തൊട്ട് മുമ്പെയാണ് അത് മാറ്റുന്നത്. ഏതാണ്ട് 1 വർഷക്കാലം GST ഉൾപ്പെടെ കളവായി വ്യാജമായിട്ട് അടച്ചുകൊണ്ടിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേരിൽ. 2021 സർക്കാർ നൽകിയ പരാതി തദ്ദേശ സ്വയംഭരണ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ നിർദ്ദേശപ്രകാരം റീജിയണൽ പെർഫോമൻസ് ഓഡിറ്റ് നൽകിയ വിശദമായ അന്വേഷണ റിപ്പോർട്ടും ശുപാർശകളും പരാതിക്കാരൻ വിജിലൻസിന് കൈമാറിയിരുന്നു. ഭരണസമിതിയിലെ UDFന്റെ 16 അംഗങ്ങൾക്കെതിരെയാണ് അന്വേഷണമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ന്യൂസ് ബ്യൂറോ, ചെങ്ങന്നൂർ.